ഏതാണത്? നൈക്കല്ല, നിഞ്ച. അങ്ങോട്ട് എന്താ ചേച്ചി? ബണ്ണാണ്. ഒന്ന് നോക്ക. 25 വർഷം. ഇവിടെ കോളനി കൊണ്ടല്ലാരും ഇവിടുന്ന് പയന്നറ നോക്കും. പഴംപൊരി ഇവിടെ പയന്നറ ഭയങ്കര അടിപൊളിയാണ്. സ്കൂളിലെ എന്റെ പേരെന്താ? അർജുൻ എന്ന വിദ്യാർത്ഥി ഇന്ന് ടി.കെ. കോളനിയിൽ. ഒരു വണ്ടിക്കമ്പക്കാരൻ ഷാവുലും ഒരു വണ്ടിക്കമ്പക്കാരൻ നീലാം രാജ്മലും. ഒരു കാര്യം കൂടെ കയറ്റിയോ? കാര്യം കയറ്റിയാല് ലോട്ടറിയോ? ഇത് എത്ര എത്ര? ഇത് 1 കോടിയാ? ഓണം കഴിഞ്ഞോ? ഓണം നവംബർ കഴിഞ്ഞോ? എത്ര? 25 കോടിയോ? 25 കോടി കിട്ടിയ എനിക്ക് ഇതാവോ? 25 കോടി പ്രശ്നമാണ്. ഞാൻ തലമിനി പോകും. 25 കോടി കിട്ടിയാൽ സീനാണ്. ടി.കെ. കോളനി പോവാ, കുളിച്ചാൻ പോവാ. 25 കോടി കൊണ്ട് കുളിക്കാൻ പോവാ. വെച്ചാക്കോവിൽ. അപ്പൊ നമ്മള് യാത്ര കോളനിക്കാണ്. എങ്ങോട്ടാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എനിക്ക് എന്റെ വീഡിയോയില് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇത് കൊടുക്കണം. നീല അണ്ടപ്പോ ആയതുകൊണ്ട് വർക്ക്ഷോപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു വർക്ക്ഷോപ്പ് ഞങ്ങള് തള്ളി കിക്കറടിച്ചോന്നല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തള്ളി വണ്ടി, ഞാൻ തള്ളി. അതെത്രയോ കാലായിട്ട് നിർത്തിട്ടാണേ. കൺഫേം ആയിട്ടുണ്ട്. ഞങ്ങള് കോളനി ടി.കെ. കോളനിക്ക് നല്ല എല്ലാവരും കൂടെ കുളിച്ചോ. ഞാനുണ്ട്, ഷാവലുണ്ട്, അജ്മലുണ്ട്, എന്റെ ചെറുക്കം ഉവൈസ്. കല്യാണത്തിന് വന്നിട്ട് മിന്നിച്ച ഉവൈസ്. ഇതാ കാണോ? അനക്ക് നിസാമിനോട് എന്താ പറയുള്ളത്? നിസാമിനോട് ഒന്നും ഞാൻ അങ്ങനെ വിചാരിച്ചു പോരാത്തൊന്നല്ല. ഓരോ കേസ് കെട്ടിലായോണ്ട് ഞാൻ വാപ്പാനെ പറഞ്ഞയച്ചല്ലോ. എന്റെ സ്ഥാനത്തൊക്കെ വാപ്പയാണ്. വാപ്പാനെ പറഞ്ഞയച്ചേന്. ടൂർ ഒന്നും നടക്കൂലോ. നല്ലത് പറിച്ചിട്ടില്ലേ നമുക്ക് പോണ്ടേ? എങ്ങോട്ടാ ടൂർ? നമ്മള് വൺഡേ ആണോ അത് പോൾട്ടയില്? ഞങ്ങള് എന്താണ് ഭാര്യമാരെ ഭർത്താക്കന്മാരെല്ലാം കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഊട്ടി ഓർ കാക്കാടംപൊയിൽ. കൊടൈക്കനാലൊക്കെ എക്സ്പെൻസ് കുറവാണ്. വണ്ടി പറഞ്ഞാൽ വളരെ റയറാണ്. ഭാരത്തുമില്ല. കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ട്, വിറ്റു. അല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല പ്രൈസിന് മറിച്ച് ഞാൻ എടുത്തേക്കും. അടുത്ത് എടുത്തേക്കലാണ്. MIT കുറെ കാലം കൊണ്ടുവന്ന് നോക്കണേ. MIT നമ്മളെ നസീഫിനോട് പറഞ്ഞ എന്റെ വീട്ടിൽ MIT ഉണ്ടായിരുന്നു. കൂട്ടിക്കിടും കുറെ ദിവസമായി MIT ചോദിച്ചെടുക്കണേ. വർക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ. ഒമാൻ ചെന്നാൽ ഞങ്ങൾ ഭയങ്കര വർക്കാരാണ്. ഇവിടെ ഞങ്ങൾ നടക്കണത് നോക്കണ്ട. ഒമാൻ ഞങ്ങൾ വെറും പണിക്കാരാണ്. ഓക്കെ. പോളിംഗ് ഉണ്ട്, ടൂറിന്റെ പോളിംഗ്. ഈ പെണ്ണിട്ടോലെ സലീൽ ഇവരൊക്കെ എന്താ അതിന് വേറെ പോളിംഗ് കൊണ്ടുപോകണ്ട. നമ്മള് ബിനുവിനെയും കൊണ്ടുപോകും. ബിനു പിന്നെ വേറെ ഒരാളുണ്ട്, മിഥിലാജ്. പെണ്ണ് കെട്ടില്ല ഒക്കെ നമ്മള് മാത്രമേ ഉള്ളൂ. ജുനൈദിന് പെണ്ണ് കിട്ടാൻ നിക്കാൻ ടൂർ പോവാന്. ഇന്നലെ വേറെ ഒരാളെ പെണ്ണില്ലാത്ത വേഗം കെട്ടി പറഞ്ഞ നടക്കേന്. ആര്? അർജുനെ. അർജുന്. ഞങ്ങൾ വേറെ ടീമാട്ടോ മോനെ. ഞങ്ങൾ വേറെ വണ്ടിയില് സിംഗിൾസ് മാത്രം. എന്നെ എന്റെ മറ്റേ റിനുവിന്റെ അവിടെ പോയപ്പോഴേ ആകെ ഞാൻ വരെ അന്തം മുട്ടുപോയി. ഇവനെ ഫാൻസ് ഫുള്ള് സെൽഫി ഏട്ടനെ കാണലുണ്ട്. ഇത് ഇതൊക്കെ കിട്ടുന്നുണ്ട്. എന്തോ പറഞ്ഞിക്കണ്. എന്തായാലും കിട്ടിയിട്ടുണ്ടോ? എന്തോ കാര്യമായിട്ട് കാര്യം പറയല് ബോസ്. അടുത്തൊക്കെ അമ്മച്ചി
പോത്തിനെ ഇങ്ങനെ മൂട്ടില് കുത്തി കുത്തി വിടയില് ഇതാക്കിടത് ഫുള്ള്. പിന്നെ നമ്മള് ഇങ്ങനെയൊന്നും കിട്ടലില്ല ഇവരൊന്നും. ഇവരൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാവും. ഇവരൊക്കെ ഗൾഫിലും. എന്റെ പേരങ്ങളെ തറവാടാണല്ലോ ഇങ്ങനെ പോയി മുണ്ടെടുക്കാൻ. നമ്മളെ ചേട്ടാ എടാ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അവിടെ അത്രയും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനായിട്ട് അവിടെ പോയിട്ട് ഒരു ഇതാണ്. ഞാൻ ജുനൈദിന്റെ അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ ഓന്റെ അവിടെ ഒന്ന് പോയിട്ട് ഓനൊരു സന്തോഷമായി. അതായത് വിൻസിനെ ഞാൻ കാണാൻ കൂടിയതുമില്ല. അല്ല വിൻസി പറഞ്ഞാല് ഓളെ വർക്കിനായിട്ട് വന്നതാണ്. എന്നിട്ട് ഓളെ അവിടെ താഴത്തൊന്നും കണ്ടില്ല. ഞാൻ കൊറേ നോക്കി. ഇങ്ങോട്ട് ചോദിച്ചു ചെയ്തിട്ട് ഇത് വന്നില്ലേ എന്തായാലും ചോദിച്ചാ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അതാണ് അതതിലെങ്കിലും നിക്കട്ടെ. അതെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലത്. ഞാൻ ഉദ്ദേശിച്ചത് 4 കുടിസാര് മേഞ്ഞ കഴിയണം തീരാന്ന് കേസോട്ട് എതിരാക്കില്ല കുടിസാര് ഞമ്മ കുടിസാർക്കൊപ്പം തൊഴിലാളി എന്തേ ഈ കൂലി ക്ലാസ്സില്ലേ ഇത് ഇന്നലെ രാത്രി ഇരുട്ടത്തൊക്കെ ഇട്ടിറങ്ങി എന്താ മുഞ്ച് റൈബാനല്ല ഒന്ന് നോക്ക ഇന്നലെ നിസാമിന്റെ എൻട്രി കഴിഞ്ഞു. നിസാമിന്റെ എൻട്രി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ചെക്കന്റെ ഷൂ പൊട്ടിയാണ്. ഷൂണ്ട് ഇങ്ങനെ അടിപോയി. നാളെ ഏതാണത്? നൈക്കല്ല നിഞ്ച ഉമ്മ. നാളെ എന്റെ വണ്ടി രാവിലെ തന്നെ വർക്ക്ഷോപ്പിൽ ഇടണം. ഏത് ഇട്ടിട്ട് പിന്നെ എനിക്ക് വണ്ടി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെപ്പോ കറങ്ങാം. പുറത്തിറങ്ങണ്ട. അല്ല സ്കൂട്ടർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആയോ? മൊത്തം വർക്ക്ഷോപ്പിൽ കയറാറില്ല. ഇവിടെ ഊരൊക്കെ ഞെട്ടിക്കോളെ ഇവരൊക്കെ തള്ളിന് ഉണ്ടി സ്റ്റാർട്ട് ആയോ? വണ്ടി നമ്മുടെ നാട് മനോഹരമായ നാടെന്ന് കാണിച്ചിട്ടാ ക്ലാസ് ഫ്രണ്ടിന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് അതിന്റെ ഒരു ഇത്. ആ മരങ്ങൾ ഇങ്ങനെ കോളനി റൂട്ട് കോളനി റൂട്ട് ഇവിടെ അല്ല കാണിക്കണ്ട, അവിടെയാണ് കാണിക്കുന്നത്. പെങ്ങളെ വരേക്ക് പോയി നിന്ന് അതിനായിട്ട് നല്ല രസമുണ്ട്. അതൊക്കെ ബീഫും വാണ്ടീന് ഒരു കൂട്ടിയില് പോട്ടി നോക്കിയാൽ വള്ളറക്കണ് എന്താണ് പൊളിഞ്ഞു പോയത് ടോപ്പ് കോമഡിയാ. നിയാസറിഞ്ഞോളെ ഇനി ഷൂ ഒന്നും വാങ്ങണ്ട, ഇച്ചിരി കാര്യം ചെയ്യും. അവിടെ ഉണ്ട് ഒരു ബ്രൗൺ ഷൂ ലോഫർ ടൈപ്പ് ഉണ്ട്. ഓക്കെ ഇനിയിപ്പോ ഒരു പരിപാടിക്കായിട്ട് ഷൂ അതിന്റെ ഒപ്പം ഇടാന് ഞാൻ ഓഡിറ്റോറിയത്തിലെത്തിങ്ങാണ്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു ടേറ്റേറെ സൗണ്ട് ഇങ്ങനെ കേൾക്കണം. അപ്പൊ ഇതെന്താ മറ്റേ സോള് വന്നാണ്ട് ഇതുമ്പോ ഇങ്ങനെ അടിക്കാണ്. അങ്ങനെ ഏതായാലും ഫോട്ടോ എടുത്ത് കാല് വലിച്ചു വെച്ച് എന്ത് ഞാൻ സ്റ്റേജുമ്പോ കയറാൻ നോക്കാം. സ്റ്റേജുമ്പോ കയറി നോക്കും വണ്ടിയില് സോളില്ല. അത് ഞാൻ ബിനുവിനോട് വല്ല പറഞ്ഞു. പിന്നെ അതിന്റെ സോൾ അവിടെ പോയിക്കണം കേട്ടോ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്ത് താഴത്തേക്ക് അടിയൊക്കെ ഇറങ്ങി വന്നപ്പോ ബിനു ഉണ്ട് ഇന്ന് ബാക്കിന്ന് ഇവിടെ അവിടെ അങ്ങോട്ട് നോക്കി അത് എന്താ ചേച്ചി കസാലിന്റെ എന്റെ സോള് കയറാണ്ട്. ആ പിന്നെ ഇയാള് മൈക്ക് ഓപ്പറേറ്റർ ഇല്ലേ അതിന്റെ അടിയിലുണ്ട് എന്റെ സോള് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോന്നപ്പോ ഇതും പൊട്ടി അവിടെ ആടലോടങ്ങി. പിന്നെ വള്ളി തൊലി മാത്രമായി പോയി. പിന്നെ ഷാവിനോട് പറഞ്ഞ ഷാവിലെ ഷൂ എന്തായാലും വാങ്ങണം നിർബന്ധമാണ്. അങ്ങനെ പോയി 850 റുപ്യ എന്തേത് ഷൂവിന്. നിയാസിന് 700 റുപ്യക്ക് കൊടുക്കാറോ. 150 റുപ്യ നഷ്ടം എന്നാലും വേണ്ടിയില്ല.
നിയാസ് നന്നാവട്ടെ, യുബി നന്നാവട്ടെ. ഓഫറിൽ എന്ത് കിട്ടിയാലും എടുക്കും. ഓൻ ബിസിനസ് ആണ്. നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞു. ഹെഡ്ഫോൺ ഇടാൻ പറഞ്ഞു. വേറെ കോമഡി ഉണ്ട് പൈസ. ഇന്നലെ നിസാമിന്റെ ആപ്പാപ്പ നിസാമിന്റെ ആപ്പാപ്പ പിന്നെ ഞങ്ങള് സ്റ്റേജുമ്പോ ഇങ്ങനെ നിക്കാണ് ഓളെ വരിയില്. എന്ത് ചെയ്ത് അതില് നിസാമിന്റെ അസ്നോട് നിസാമിന്റെ അളാപ്പ ചോദിച്ചു നിങ്ങള് ഇടക്കരയാണ് ചോദിച്ചു. അതില് അസ്ന എടുത്തേക്ക് ഞങ്ങള് ചെക്കന്റെ ആൾക്കാരാണ് കാരണം. അപ്പൊ ആരാ ചോദിച്ചത്? നിസാമിന്റെ ആപ്പാപ്പയെ ചോദിച്ചത്. ഞങ്ങള് ചെക്കൻ. അപ്പൊ നിസാമിന്റെ ഒപ്പ എളാപ്പെടുത്ത് ഞാൻ ചെക്കന്റെ എളാപ്പയാണ് കാരണം. എനിക്ക് കത്തിയില്ല സംഭവം. കടച്ചോ ഇല്ല പയന്നറവ് കോളനി പോകുമ്പോ ഒരു പയന്നറവ് നമ്മളോട് ടി കെ കോളനിക്ക് പോകുന്നവർ ഇവിടെ നിന്ന് കയറട്ടോ. നല്ല എണ്ണക്കട്ടികൾ ഉണ്ട് കേട്ടോ. പയന്നറവാ എന്താ പയംപൊരിയോ? എത്ര പേരുണ്ട് ചേട്ടാ? മനോജോ? ഇവിടെ എത്ര വർഷം ചെയ്തത്? എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട്? ഈ കട തുടങ്ങിയിട്ട് 24-25 വർഷം. 45 വർഷം. ഇവിടെ കോളനി കൊണ്ടെല്ലാവരും ഇവിടുന്ന് പയന്നറ വെക്കും, പയംപൊരിയും. ഇവിടെ പയന്നറ ഭയങ്കര അടിപൊളിയാണ് നടക്കുക. പയന്നറവില്ലേ? അപ്പൊ എല്ലാവരും ഇൻഷാല്ലാ ഇവിടെ വരുന്നതൊക്കെ ഇവിടെ കയറത്തല്ലേ? എല്ലാവരും വീഡിയോ കണ്ട് ഇതിവിടെ വരുന്നതൊക്കെ ഇവിടെ പയന്നറവും പയംപൊരിയൊക്കെ കഴിക്കാൻ ചേർത്താ ചേട്ടാ. നല്ല ഓൾഡ് അത് മറ്റേ ഓൾഡ് ഡീസ് അല്ല ഇതാട്ടാ കട. എന്താ വാങ്ങിയത്? പയനിറവും ഓൾഡ് ബീഫും. ഞാൻ നേരത്തെ പയമ്പരിന്റെ കേസ് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ സാധനം ഇങ്ങനെ വന്നത് പൈസ കൊടുത്ത ഞാനാണ്. ഷാവിൽ സ്പോൺസർ ആകാം. 200 കൊടുത്തുകാണ്ട് അത് ഞാൻ പറയട്ടെ. അയ്യോ അതില് കമ്മീഷൻ അടിച്ചു. ഷായില് ആ കണക്ക് പറയാനാണ്. ഞാൻ എന്നോട് ചോദിച്ചു എന്റെ അടുത്ത് ചില്ലറ ഉണ്ടോ ചോദിച്ചു. ഓക്കെ മൊത്തം എത്ര ബില്ല്? 220 കേട്ടോ. ഞാൻ 150 കൊടുത്തു. ഇപ്പൊ എന്റെ അടുത്ത് നോക്കുമ്പോ 200 നോട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തിക്കണ്? ആ 250 കൊടുത്താണ് ഞാൻ കൊടുത്ത 100 വേഗം ഈസിക്കാണ് ഇട്ടേക്ക. അപ്പൊ ആർക്കും അവിടെ ലാഭം? ഓന്റെ കണക്കറിയില്ല കണക്ക്. ഇതൊക്കെ ലാഭായിരുന്നു. ഇപ്പോഴാണ് ആലോചിച്ചില്ലേ? കത്തിയത് ഇപ്പോഴാണ്. 220 150 കൊടുത്തിട്ടുള്ളൂ. ഭാഗ്യം ബാക്കി ലാഭം ഉണ്ടാക്കി എപ്പോഴാണ് കണക്ക് കൂട്ടിയത്. ഇത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ. കറക്റ്റ് വെള്ളമാണ് ഇപ്പൊ. ഇതെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ അതിന് എല്ലാവർക്കും അറിയണ സ്ഥലം തന്നെയാണ്. ഇത് അറിയാത്ത സ്ഥലമൊന്നുമല്ല. ഇതിന്റെ നാടാണ്. പക്ഷെ ഞങ്ങൾ പോലും ഇവിടെ പണ്ടൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഷാവില എങ്ങനെയാണ് ഇവിടെ പണ്ട് വളരെ നല്ല പ്രകൃതി ഭംഗിയായിരുന്നു. അതെ പണ്ട് പറഞ്ഞാൽ ഇവിടെ ആളും മനുഷ്യൊന്നും വരില്ല. ഞങ്ങൾ ചെറുപ്പം കാലം മുതലേ ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഞമ്മക്ക് പോലും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോ. ഇതൊക്കെ കറക്റ്റ് വെള്ളമാണ്. ഇതിന്റെ മുകൾക്ക് വെള്ളമാണ്, പെരും വെള്ളമാണ്. ഇത് കറക്റ്റ് ആണ്. അത് ഇതായിരിക്കും. ഇതായിരുന്നില്ല, ഇപ്പൊ ഇതാണ്. ഇതിന്റെ മുകൾക്ക് കുറെ സ്ഥലങ്ങളുണ്ട്. അതൊന്നും ആർക്കും അറിയില്ല. അത് നമ്മളെവിടെയും എത്തിച്ചിട്ടില്ല. അതാ ഇനി കാണിച്ചു കൊടുത്ത് വൈറലാക്കണില്ല. വൈറലായത്തോളം മതി. അതെ അതെ നമ്മൾ സ്വന്തം നാട്ടിൽ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണല്ലോ. പ്രൗഡ്. അതിന്റെ മുകളിൽ കയറി വ്യൂ എടുക്കണം. അതിന്റെ മുകളിൽ ഇതിലെങ്ങനെ കയറിയിട്ട് നിസാം അറിയാൻ വേണ്ടി കുഞ്ഞാപ്പ് കല്യാണത്തിനൊന്നല്ല. നിസാമെ പിടിച്ചോ? പിടിച്ചല്ല പോണ ഇറങ്ങാം. ചെറുക്കന്മാരെ കണ്ടല്ലോ.
അപ്പൊ ഇങ്ങനെ പിടിച്ച് കേൾക്കും ഞങ്ങളെല്ലാരും 2 കഴിഞ്ഞ അടിക്കത്തില്ല ഇപ്പൊ ഇങ്ങനെ താത്തി ടോർച്ച് പിടിച്ച് നിസാമിന്റെ കല്യാണത്തിന് ഇസാമിന്റെ കല്യാണത്തിന് ഇവര് മറ്റേ ഫ്ലാഷ് ലൈറ്റ് സംഭവം ഞാൻ റീലിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടോലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അപ്പൊ അത് കണ്ടിട്ട് തന്നെയല്ല മറ്റേ അനുഗ്രഹിക്കൂല പിടിച്ച് കിടക്കുക ഓണത്തിനിടയ്ക്ക് പഴംപൊരി നടന്നത് അത് നമ്മളെ സനോജിന്റെ അച്ഛന്റെ കടയിട്ടാണ് രാമൻകുട്ടേട്ടന്റെ ഒന്നിങ്ങനെ വേണ്ടേ കൈകൊണ്ട് വയ്യടാ അത് കൈകൊണ്ടല്ലോ പല്ലോണ്ടല്ലോ കടി ഒക്കെ പെടുത്തുണ്ടല്ലോ ബീഫ് ഉണ്ടായില്ലേ ബീഫ് എന്ത് പഴംപൊരി ഇത് പഴനിറമാണോ നല്ല വെയിറ്റ് ഉണ്ട് എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും ഇത്ര ഉണ്ട് അറിയില്ല അരക്കിലോ പഴം ബീഫിന്റെ കെട്ടയച്ചാല് ഒരു ആളില്ല മറ്റക്ക് കെട്ടില്ല വിലക്ക് എടുക്കും അയ്യോ അപ്പൊ കുളിച്ചണ്ടേ ഇത് പഴനിറക്കുമ്പോ ഞാൻ ഉദ്ദേശിക്കാ ഒന്ന് ചാടിയിട്ട് തണുപ്പൊക്കെ വരുമ്പോ ഒന്ന് ഹീറ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് കഴിക്കും മുണ്ടൊക്കെ ആദ്യം വന്നിടേ ഇരുന്നിക്കണ് ഞാൻ ഇത് ഇങ്ങനെ ഒന്നല്ല ഉദ്ദേശിച്ചത് ഇത് ഇങ്ങനെ ആയിപ്പോയതാണ് അല്ലേ ബീഫിൽ ഉപ്പടാ ഓ വന്നിട്ട് മുറിച്ച് ബീഫിലിങ്ങനെ ഒപ്പി ഇങ്ങനെ അതിലിങ്ങനെ ഒരു പിടുത്തം പിടിച്ച് അതിങ്ങനെ നൊസ്റ്റു ഏതാ നീരാ മുക്ക് മുക്ക് എന്താണ് പ്രശ്നം എന്റെ പള്ള കാണുന്നത് വീഡിയോയിൽ വരാൻ പാടില്ല അതാണ് പ്രശ്നം ഇവന് ഓന്റെ ഞാൻ വീഡിയോ എടുത്ത് എന്താ പറഞ്ഞ ഞാൻ വീഡിയോ എടുത്താല് ആളെ മോനെ അടിപൊളി അതെ എങ്ങനെ കയറിയപ്പോ എങ്ങനെ കയറാ രമണൻ എവിടെ ഷാവലെന്തേ കുഞ്ഞാപ്പൊക്കെ പെരുന്നീന്തല് കുഞ്ഞാപ്പ് നോക്കിയാ അനീസ് ഇത് കാണണം അനീസ നിനക്കുള്ള വീഡിയോ ആണ് അനീസ ഷാഹുൽ താങ്കൾ നല്ല ഹാപ്പി ആണല്ലോ താങ്കളുടെ നാടല്ലത് താങ്കൾ കോഴിക്കോട് താങ്കളുടെ നാടാണ് ചക്കന്മാരാണ് അങ്ങോട്ട് നീന്തല്ലേ അതിലെ പോവുണ്ടോ ഇതില് ഇതിലെ കഴിഞ്ഞൊരു പ്രാവശ്യം ചങ്ങായി ഇതിന്റെ അടിയിൽ കൂടെ പോയാണ്ടേ മരിച്ചുപോയി ഇതിന്റെ അടിയിൽ കുടുങ്ങിപ്പോയി കുറച്ചുകൂടി വെള്ളം വരണേ ഇത് ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം പോകും ആ ടൈമിൽ അങ്ങോട്ട് ഭയങ്കര ഫോഴ്സ് ചെയ്യും അപ്പൊ അവന് ഇവിടെ അറിയില്ല എന്താ സംഭവം അത് അപ്പൊ ഇതിനെ നീന്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോയി എന്നിട്ട് അവിടെ കുറച്ച് ഫോഴ്സ് കൂടുതലായിട്ട് അതിന്റെ ഉള്ളിൽ ജാമായി പോയി അറിയാത്തോലൊന്നാണല്ലോ പണി അറിയാത്തോലൊന്നാ പ്രശ്നമാണ് അത് ഭയങ്കര ഡേഞ്ചർ ആണ് കാണുമ്പോ സിമ്പിൾ ആണ് അവിടെ ആദ്യം ഒരു പലക ഉണ്ടായിന് ആ വെള്ളം ഇതിലെ പോകാൻ വേണ്ടിട്ട് പിന്നെ അതൊക്കെ പോയതാണ് കുഴങ്ങി പഴയ പോലെ നീന്താൻ പറ്റട്ടോ എനിക്ക് നീന്താറില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യാ എനിക്ക് വീഡിയോ എടുക്കാൻ എല്ലാവരും ഉള്ളൂ എവിടെ ഷാഹുൽ എന്തേ ഷാഹുൽ എവിടെ ഷാഹുൽ അവിടെ സത്യം ചെക്കന്മാര് പൊളി കേട്ടോ ഷാഹുല് ടീം ഇവിടെ തിരിച്ചിട്ട് ഒരു കാര്യമാണ് ഇവിടെ വരുന്ന വരെ പഴംപൊരി മറ്റേ പയന്നറവും ബീഫും നിന്നോളം നമ്മളെ കൂട്ടുകാരാണ് ഇവിടെ വന്നപ്പോ ഓന് വേറെ ടീമായി ആൾക്കാരായി ഓൻ മാറി പോയി ഇപ്പൊ നമ്മൾ ഒഴിച്ചടിച്ചായിരിക്കായി വേറെ തന്നെ നമ്മളെ പുറത്താള് നീലണ്ടേ ഒരുത്തണ്ടേ നമ്മളെ കൂട്ടത്തില് അവനെ വിളിച്ചോട്ടെ അജ്മല നീലാപ്പിയ സംഭവം പക്ഷെ
ഇവിടെ വന്നിരിക്കാനും ഒന്ന് കുളിച്ചിട്ടില്ല ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മനോഹരമായൊരു ആംബിയൻസും പരിപാടികളും ഒക്കെ തന്നെ ഉണ്ട്. ഇത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ മിസ് ചെയ്യുന്ന ഭയങ്കര സംഭവമാണ് നമ്മൾ ടി കെ കോളനി ഇവിടെ വന്നൊരു ചാട്ടം കഴിഞ്ഞ് ഒരു ഇത് പൊട്ടിക്കല്ലോ ടി കെ കോളനിൻ്റെ തന്നെയല്ലേ ഇപ്പോൾ വെള്ളം വരുന്ന മൊത്തം ടി കെ കോളനി. ഈ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം മേലെ ഇതിന് മേലെ തൂക്കുപാലുണ്ട്. അതും അതും പക്ഷെ അത് കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയല്ല ചാട്ടം കാണാൻ അല്ലേ. നല്ല മലമ്പന്ന് കുത്തി ഒഴുകി വരുന്ന വെള്ളം. അജ്മൽ കമ്മോൺ മാൻ, ഓനെ കൈ ഒടിഞ്ഞതിന്റെ ചെറിയ സീനിൽ ഒരു വെള്ളം നനക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിക്കണേ നോക്കി ഒരു നമ്മൾ ചങ്ങായി എവിടെയും കൊണ്ടയോ. ഓനിപ്പോ മരിച്ച പേരി പോയാൽ ഓന് മരിച്ച പേര് ഇതിമ്മ കിടക്കണം. അവിടുത്തെ ആളാണോ? കല്യാണ പേരി പോയാൽ പുതിയ ആപ്പിളാവണം. പിന്നെ ഓട്ടോസിൽ കയറിയാൽ മുന്നിൽ നിൽക്കണം, ഫ്ലൈറ്റിൽ കയറിയാൽ ഫ്ലൈറ്റ് ഓട്ടണം. ഇങ്ങനെ ഒരു ചെങ്ങായി. പിന്നെ കുറച്ച് വേഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഓന് പിന്നെ കുറച്ചും പാടെ കമ്പനിക്കാരുമായി. അവിടെ ഷാവലുണ്ട്. ഓക്കെ, അവിടുന്ന് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഓഹോ ഞാനൊരു ഷാഹുൽ, ഒരു ജന്മം നേടിയ ശാലു, ഓ ശാലു ഓനൊരു ശാലു പൊത്തിമ്മൽ ശാലു. ഇതൊന്നും നീർന്നായേ, ഇതെന്താ ശാലു നീർന്നായേ? ഗൗതം നമുക്കൊന്ന് കുളിക്കാം ഗൗതം. ആ പോണേ ഇതേ പോണുണ്ട്. അല്ലാ പോണ കിട്ടി നോക്കട്ടെ, നോക്കി ശ്രദ്ധിക്കേ. ആ ഓക്കെ എന്നാ പോട്ടെ വണ്ടി. ആ പോണേ കൂടെ അങ്ങോട്ട് കൂടി അല്ലാ എടാ അതെ അതിന്റെ സൈഡ് വരുത്തി കഴിഞ്ഞാൽ മുറിയാവും. ഓ ഗൈസ് ഇതാണ് ഞങ്ങളുടെ നാട് ടി കെ കോളനി. കുറച്ചും കൂടെ മേലേക്കാണ്, പക്ഷെ അവിടെ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്, നല്ല തണുപ്പാണ്. ഇത് ഓളോട്ടമല്ലോ. ആ ഓളോട്ടം തന്നെ. ഓളോട്ടം ഇത് മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ വെള്ളം കവിഞ്ഞൊഴി പോകും അല്ലേ. നല്ല രസം കാണാൻ, അടിപൊളി സൂപ്പറാണ്. മലക്കാ മലക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ലെന്നാ പറയാ അല്ലേ. പെട്ടെന്ന് വെള്ളം കയറും. എനിക്കൊന്ന് കുളിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ മൈക്കൊന്ന് ഊരി വെക്കണമെന്നുണ്ട്. അപ്പോൾ 2 കുളി കഴിഞ്ഞിട്ട് ഒരു 2 കൂടെ ഒഴുകി പോയിക്കണം. വരുമോ തിരിച്ചു വരുമോ? പോയ വണ്ടി തിരിച്ചു വരണം എന്ന അഭ്യർത്ഥനോടെ ആണ്. ചിലവര് പറയുന്നത് ചതിയാണ്, ചതി അല്ലേ, ചതിയാണ്. അതിപ്പോ പറഞ്ഞു മറ്റു ചോക്കാടുള്ള അത്ര ഈ ഒരു ഫോഴ്സ് ഉള്ള വെള്ളത്തിന്. ഓ അങ്ങനെ അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ആൾക്കാർ വരുന്നോലെ അറിയാത്തോല് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വണ്ടി ചാടി കയറി ഇതാക്കാൻ നിൽക്കരുത്. പരിചയമുള്ളവർ മാത്രം കയറിയിട്ട് എല്ലായിടത്തും പോവുക. ഇത് ചെറിയൊരു ചതിയുംപാടെയാണ്. മഴ വെള്ളം കൂടുന്നതും അതാകണതും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. മോനെ ചാടാൻ പോണോ? ചാട് ഒരു ചാട്ടം ചാടിക്ക. ആടാ ഇത് കയറിയോ? അതാ ഇട്ട ഒരു ചാട് ആ ചെറുക്കനെ കൊണ്ട് അകംഷയുടെ കത്തിരിക്കുന്ന ചെറുക്കൻ ഡ്രസ് അയച്ചു. ശരിക്കും കിട്ടണുണ്ടോ? നമ്മളെ ചാടിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ആ പറഞ്ഞിട്ട് One, two, three, sir. കറങ്ങി ചാടി കൂടെ. ഭയങ്കര സപ്പോർട്ടിങ് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എൻജോയ് ചെയ്യുന്നോടെ എൻജോയ്മെന്റ്. ഇത് സൗദി പോയാൽ കിട്ടുവോ? ഒമാൻ പോയാൽ കിട്ടുവോ? കിട്ടൂല അല്ലേ. പ്രവാസികൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന സ്ഥലാ. ഞാൻ ഒമാന്. നിങ്ങളുടെ ആ എല്ലാരും അപ്പൊ ഞമ്മക്കാണ് നിന്റെ ഒരു ഇത് ഫീൽ അറിയുള്ളൂ. നഷ്ടങ്ങളോ അവിടുന്ന് ചിലപ്പോ ഇങ്ങനെ വീഡിയോസ് ആണ് ഇങ്ങനെ. അന്ന നാടോടെ മലപ്പുറം. ഇവിടെ എങ്ങനെ എത്തിച്ച് കുറച്ച് അങ്ങോട്ട് മൈക്കെടുത്തുക.
സ്കൂളൊന്ന് ലീവ് ആക്കിയാണ്. സ്കൂൾ ലീവാക്കിയോ? സ്കൂളേതാ? JTS സ്കൂളിലെ എന്റെ പേരെന്താ? അർജുൻ. അർജുൻ എന്ന വിദ്യാർത്ഥി ഇന്ന് ഇവിടെ TK കോളനിയിൽ. ഞങ്ങൾക്കൊരു അർജുൻ ഉണ്ട്, യൂട്യൂബറാണ്. ഇത് എന്റെ ടീച്ചർ കാണണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എന്താണ് ലീവ്? ഞാൻ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകണ്ട, അപ്പൊ ഇന്നിവിടെ പൂജ ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാം. ഓണ ലീവൊക്കെ ആയിട്ട് വന്നാണോ? ഇതാരും ഇവിടെ അച്ഛൻ്റെ? അച്ഛന്റെ. ഓക്കെ, അടിപൊളി അടിപൊളി. ഇടക്കിടക്ക് കൂടെ വരുമ്പോൾ ചാറിനുണ്ടോ? എനിക്ക് ഇഷ്ടം അവിടെ നിന്ന് ചാറിന്. നല്ല തണുപ്പല്ലേ? പിന്നെ ജിന്തോ അങ്ങോട്ട് മൈക്കെടുത്ത് പോലെ. അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെ അപ്പൊ ഏത് സ്കൂളാണ്? JTS. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു. പറയണെന്ന് വെച്ചാല് നമ്മള് നല്ല പ്രകൃതിയായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്നുകാണ്ട് കുട്ടികളെ ഡയപ്പർ, പ്ലാസ്റ്റിക്, പിന്നെ അവിടെ കുപ്പികള്, അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ മലിനീകരണം ഉണ്ടാക്കരുത് എന്നാണ് ഇപ്പോൾ അജ്മൽ പറയണത്. അജ്മലിന്റെ ഒരു തന്ത വൈബാണത്. ഓനക്ക് ആ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വന്നത്. അത് ആരെ പറഞ്ഞത് നോക്കണം, ആരെ പറയണ നോക്കണം. അതല്ലേ 96 മോഡല് 10ാം ക്ലാസ്സിന്ന് മറ്റേ ബാത്റൂമിന്റെ മുകളിലത്തെ ടാങ്ക് എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഇപ്പൊ സെന്റമിന് ഡെസ്ക് പൊട്ടിച്ചേ. ടാങ്ക് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഓനാണ് ഈ പറയണത്. ഓനാണ് പറയാ പ്ലാസ്റ്റിക് ഒന്നും ഓലൊക്കെ പോലീസുകാരായി. ഈ വക ആൾക്ക് ഇതൊക്കെ അവിടെ കുറെ പ്ലാസ്റ്റിക്, ഈ ബോട്ടില് ഇതൊക്കെ നോക്കാം. ഡയപ്പർ കുട്ടികൾ ഇതെന്താ സംഭവം? ഇത് വലിയ പുഴയില് മുകളിൽ എറിയണ വെള്ളം വരുമ്പോ ഒന്ന് കേറണാണ് ഇങ്ങോട്ട്. അല്ല, അങ്ങനെ ചെയ്യരുത്. അത് നമ്മളെ കേരളത്തിലൊന്നും നടപടിയാണ് കേസുള്ളത്. അതെ, എന്നിട്ട് അത് അവിടെ ഹരിതന്റെ ആൾക്കാരുണ്ടല്ലോ, ഹരിതസേന. കഴിഞ്ഞോ? എവിടെ വീടോടെ പോ? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ആ വളവിന്റെ അങ്ങോട്ട്. അപ്പൊ നമ്മളെ വീഡിയോ കാണണം കേട്ടോ. എന്റെ പേരെന്താ? ഉറക്കെ പറഞ്ഞ? സച്ചു. അടിപൊളി, സൂപ്പർ. നമ്മള് വീഡിയോ കാണണം കേട്ടോ. അല്ല മോനെ, മാതൃക. ഷാഹുൽ മാതൃകയായി. അവിടെ ഫുള്ളാണല്ലോ. പക്ഷെ ഇത് കണ്ണ ഫവാസ് കണ്ടിട്ടുണ്ടോ? കണ്ണ ഫവാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫവാസ് അപ്പൊ എടുത്തിടും. വീഡിയോ എടുക്കുക. അതെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ചില്ല. തരാ. ഓക്കെ, ബൈ ബൈ. അതല്ലേ എന്താ സംഭവം? ഞാനുണ്ട് വണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോ ആകെ ഈ മറ്റേത് ഇതൊക്കെ എരപ്പായിക്കണ്. അപ്പൊ എന്താ സംഭവം ചോദിച്ചപ്പോ ഇവല് പോന്ന നോക്കി പോത്തിന് ചാരി പോന്നിക്കണ്. അപ്പൊ മാർക്ക് കൊടുക്കണ. അതിന് ഞാനൊന്നും പറയണില്ല. തൊലി പോയിട്ടുണ്ടാവൂലെ ഇങ്ങനെ കൊരത്തിയെടുത്താല്. ഞാൻ അവിടെ ഇറങ്ങാം കേട്ടോ. ഞമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം അങ്ങാടിക്ക്. വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് ബസ്സിനെങ്കിലും കയറാം. ഈ ഒരു ടൈമിൽ പോയിട്ട് ഉറങ്ങാൻ വേണ്ടത് നല്ല സമയം എന്താ ഇപ്പോ? ഷാഹുലിന് ഒരു കല്യാണം ഉണ്ട്. എവിടെയാ വള്ളി കേസ്? ചങ്ങായി ഒരു കല്യാണം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ കാലത്ത് തിരിച്ചു. ഇപ്പൊ ഇനിയിപ്പോ പോയിട്ടില്ലേ പ്രശ്നമല്ല. ഇവൻ എന്നോട് കേറിയപ്പോ എന്താ പറഞ്ഞോ, എങ്ങനെയെങ്കിലും പ്രഷർ ചെയ്ത് കണ്ട് ഷാബിൽ അവിടെ ഇരുന്ന അവനെ നീക്കൂല. കല്യാണം ഉണ്ട് പെണ്ണുങ്ങളോട്, അസ്നാനോട്. ഒരു തന്ത, ഒരു ചങ്ങായി ശരിക്കടാ തന്തം കൂടെ. 12:30 വിറ്റുണ്ട്. അങ്ങനെ ചെയർമാനെ ഇപ്പൊ നടന്നു കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന തട്ടിയും ഞാൻ കമ്മീഷൻ അടിച്ചണം പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ കമ്മീഷൻ അടിക്കാറോ ബിജു അത് പറയാം. അങ്ങനെ ബിജുക്കുട്ടനെ കൊടുന്നു. ബിജുക്കുട്ടൻ കൊടുന്നതിനാകെ എത്ര 30,000 ചെലവായിട്ടുള്ളൂ. പക്ഷെ അവർ നല്ലൊരു സംഖ്യ അതിന്റെ ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട്. സാധാരണ എത്ര ബിരിയാണി കമ്മീഷൻ അടിച്ചാണ്. കമ്മീഷൻ അടിച്ചോ? ഞാൻ ആളെ കൊടുത്ത കമ്മീഷൻ അടിച്ചു. 10 ദിവസം ബിരിയാണി നല്ല പൈസ കിട്ടി. ഇപ്പൊ അല്ല അതില് അവന്റെ കൂട്ടന്മാരുണ്ട് കേട്ടോ. അവന് ചങ്സുകളുണ്ട്.
അങ്ങനെ സഹിയക്ക് വേണ്ടി ആ മാതൃകയിൽ ഫസ്റ്റ് ചെയർമാൻ ചതിച്ചു. കാലഘട്ടം എന്ന് പറഞ്ഞു അതോടുകൂടെ കാലഘട്ടം ഏകദേശം 2018 കാലഘട്ടത്തിൽ ബിജുക്കുട്ടൻ ഇവിടെ ഇട്ടം കൊടുത്താണ്. അടിയപ്പേര് കുട്ടമണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവിടെ കൊടുന്ന് സഹീല് പരിപാടിക്ക് അന്ന് ചെയർമാൻ ഷാഹുൽ അന്ന് നല്ല മുക്കൽ ഇതില്ല സഹീന്റെ പേരില്. അജ്മല അസ്ന ഒന്ന് ജസ്റ്റ് അവിടെ തിരിഞ്ഞപ്പോ ഷാഹുൽ ഇങ്ങനെ അടി എവിടെയാ ഞാൻ കെട്ടോടാണ് ഇങ്ങനെ ഷായിനെ ഞാൻ കെട്ടട പറഞ്ഞോളെ അതേമാതിരിക്ക് അതേ പേര് വെളിപ്പെടുത്തൂല. അതേമാതിരിക്ക് അസ്ന അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഷാഹുല് ഇങ്ങനെ ഞാൻ കെട്ടോടാണ് പക്ഷെ കെട്ടി ഓൻ പറഞ്ഞോ ഈ പപ്പുളും വെറുതെങ്ങായി പപ്പുള് UK പോയാണ്ട് രമണിയോ ഓന്റെ വീട്ടിൽ ഇറങ്ങാറുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് അത് മറന്നു കളിയോ അത് അമ്മണിക്കണോടാ അമ്മണി മറന്നല്ലേ. ഞാൻ സത്യം പറഞ്ഞ അതിന്റെ കാര്യം വിട്ടിക്കണേ. അല്ല പൈസ ഞാനത് പോണേ ഉച്ചക്കൊരു മയക്കം തന്നെയാണ് ഇപ്പൊ ഇത് അങ്ങാടിയിൽ എത്തിയപ്പോ ഞാൻ മുട്ടിക്കണതിന്റെ കാര്യം. ഞാൻ ഇവരെ പൊട്ടത്തരം കേട്ട് അങ്ങനെ പോന്ന എന്തപ്പോ കാട്ടുന്നു. മറ്റേ പുതപ്പിന്റെ അരുത്ത സാധനം ചീന്തി എടുത്തിട്ട് വരെ കയ്യമ്മ കിട്ടിയത്. അതെ വേണ്ടേജ് ഞാൻ പല വിധം കണ്ടിക്കണം. ഇങ്ങനത്തെ വേണ്ടേജ് ആദ്യമായിട്ട് കാണുന്നത്. ലീവ് ലീവ് കിട്ടിക്കണം. അവിടെ ഉണ്ടാവും ഒരു ടാങ്ക്. അതാണ് ഇപ്പൊ എറിഞ്ഞു പൊട്ടിച്ചത്. ഞാനെ പൊട്ടിച്ചില്ല. ഒന്ന് ചവിട്ടിക്ക. അതാണ് പൂക്കോട് സ്കൂള്. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ്. അതങ്ങനെ ആ മഞ്ഞ നീല ടാങ്ക് ഉണ്ടോ അതാണ് ബാത്റൂം. ആ ടാങ്ക് എറിഞ്ഞു പൊട്ടിച്ചു. ഇജ്ജ് ഡെസ്ക പൊട്ടിച്ചിന്. ഞാൻ ഫാനിന്റെ പങ്ക ഊരിട്ട് നമ്മളെ പഠിച്ച സ്കൂളാണിത്. ഇതൊക്കെ ഇവിടെ പഠിച്ചിരുന്നത്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് ഉണ്ടായിന്. ഇതിലങ്ങനെ കേറിട്ട് ഇവിടെ എന്നും അടിയ കയറാം. എന്ന് വെള്ളിയാഴ്ച അടിയാണ്. അടി കഴിഞ്ഞിട്ട് ഒരു ടൈമില്ല. സലാമൊന്നും ഇല്ല ഇപ്പൊ. സലാം ഭയങ്കര കച്ചവടക്കാരോ. അതെ ഇവിടുന്ന് ഇവനും രണ്ടാളും ഇവിടെ അടി ഉണ്ടായിനി. ആ അടി കൂടി നടന്നതിന്റെ കണ്ണിന്റെ കണ്ടു ഇവര് രണ്ടാക്കും അല്ല ദശാബിലും അശ്വിലും പോലെ പെരും കമ്പനിയാ. അന്ന് പെരും അടിയാ. അടിയാണ് ഓനന്ന് തന്തിന്. ഓൻ വലിയ നീളം ഹൈറ്റുകളാണതുകൊണ്ട് ഞാൻ പറഞ്ഞ ഓന് ഷാഹിദ് അങ്ങനെ ഞങ്ങൾ ഗുണ്ടകളല്ല, പണ്ട് അടിപൊളി ഞങ്ങൾ അനാഥരാണ്. ഷാവിന് വിചാരിച്ചാണ് ഞാൻ അന്നൊരു 9ാം ക്ലാസ് അടിക്കൂടി ഷാദിന്റെ ടീമിനായിട്ട്. എടാ തല്ലൂടി അഫ്ലലും പറഞ്ഞു തച്ചാണ്. ഞാൻ തച്ച് അഫ്ലലിന്റെ എപ്പോഴും ചെയ്തെടുക്കുന്നു അഫ്ലലും മിന്നി, ഷാവിന്റെ എപ്പോഴും ചെയ്തെടുക്കുന്ന ഷാവിലും മിന്നി. ഞാൻ ഒറ്റക്ക് ഇത്രയും ആൾക്കാരുടെ ഇടയില് അള്ള മോനെ വളഞ്ഞിട്ട് പ്രൈസ് ഇട്ടിട്ട് എന്തോ ഭാഗ്യത്തിന് നസീഫിന്റെ ഒരു സാധനം എടുത്ത് മിന്നി പാഞ്ഞു. അന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തിയത് സിറാജും സലാവുമാണ്. അതുപോലെ പിന്നെ രക്ഷപ്പെടുത്താൻ സാറുണ്ടല്ലോ കൈകാര്യം. ഓന് ഞങ്ങളെ പരിപാടിക്ക് അത്രയും എല്ലാരും ആർമാദിച്ച് ഉല്ലസിച്ചപ്പോൾ സലാല സിറാജാണ്. ഇത് രണ്ട് ഡബിളാണ്. നമ്മൾ ഓണത്തിന്റെ വീഡിയോയിലുണ്ട്. അത്രേ ഉള്ളൂ. സ്ക്രീൻ ഇങ്ങനെ വേച്ച് കാണിച്ചെടുത്താണ്ട് ക്യാമറ കാട്ടും. ഇനി എല്ലാരും നോക്കൂ, ക്യാമറയിലേക്ക് നോക്കൂ. അപ്പൊ ക്യാമറ നമ്മള് സ്റ്റോപ്പ് എന്ന് പറയുമ്പോ ചിലപ്പോ പറയും രണ്ടെണ്ണം കൊണ്ട് വില പഠിച്ചാന്ന് എന്തേലും ആട്ടണം മാറിക്കാന്നല്ലോ റബ്ബൻ. എന്തൊക്കെ എത്ര നേരം ഒരു 2-3 മണിക്കൂർ എന്റെ അഭിപ്രായത്തില്. ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങളപ്പാണ് സിറാജ് അന്ന് ഫുഡ് കഴിക്കണത്. ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് അന്ന് രാത്രി ഏട്ടന്റെ കുറച്ച് കൂട്ടർമാർ വന്നിനെ. ഓലം പിറ്റേന്ന് രാവിലെ വാണിയമ്പലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരെ ആക്കിയിട്ടാണ് ഓന്റെ പരിപാടി ഫുള്ള് തീർത്തു. അതിന് നല്ലൊരു ക്ലാപ്പ് നമ്മൾ കൊടുക്കുക, നല്ല കൈ കൊടുക്കണം. അതും നല്ല വൃത്തിയിൽ അവന്റെ പണി ചെയ്തിട്ടുണ്ട്. നമ്മള് പറഞ്ഞ് ചെയ്യിപ്പിച്ചോലല്ലോ കണ്ടറിഞ്ഞ് ചെയ്ത സംഭവം. ഓൽക്ക് ആ ലീഡർഷിപ്പ് ഉണ്ട് ശരിക്കും. ഓൽക്ക് ഉണ്ടാക്കും. ഓല NSS ഇതിലൊക്കെ അങ്ങനെ കണ്ട് ഓൽക്ക് നമ്മളെ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ ജോലി പ്രത്യേക +2 ഇനി മുസ്തഫാനി ഞങ്ങൾ രണ്ടാളും പോയിരുന്നു NSS കയറാൻ വേണ്ടിയാണ്. അവരെന്താളും പറഞ്ഞു എന്താ വെച്ചു
നിങ്ങളെടുക്കൂല പോയിക്കോ. ഇനി മുസ്തഫാരി രണ്ടാളൊറ്റടിക്ക് ഞങ്ങള് ഗ്രേസ് മാർക്ക് ഉണ്ട് മറ്റേറിയാണ് പോയതാണ്. എന്ത് വെച്ചു ഉള്ളതിൽ കേട്ടു ഒട്ടുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ ടി കെ കോളനിയൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഞങ്ങൾ ഒരു പഴനിറവും പരിപാടിയൊക്കെ കഴിച്ചില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1 hour പരിപാടി 1 hour 2 hour പരിപാടി ഉള്ളായിരുന്നെങ്കിലും എല്ലാരും ഇങ്ങനെ ഒത്തുകൂടുക എന്നുള്ളതാണ് ഞങ്ങൾ ഭയങ്കര സന്തോഷം. എല്ലാരും ഒന്ന് കൂടി എല്ലാരും ഒന്ന് കുളിച്ച് ജസ്റ്റ് ഫ്രഷ് ആയി ഞങ്ങൾ വീണ്ടും തിരിച്ച് പൂക്കുമ്പോഴത്തെത്തി. ഇനി ഇവിടെ കുറച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ തേരാപ്പാര. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ സ്കൂൾ പഠിച്ച കാലത്തുള്ള വിശേഷങ്ങളും ഞങ്ങൾ കുറേ സംഭവങ്ങൾ പറയട്ടെ. വൈകുന്നേരം നമുക്ക് വൈകുന്നേരം ചായ എടുക്കാന്ന് കൂടണ്ടോ? അപ്പൊ ഇപ്പൊ നിലവില് നമ്മൾ കൂട്ടുകാർ കുറെ ആൾക്കാർ പോയി കല്യാണം പരിപാടിയൊക്കെ ആയിട്ട് ഏകദേശം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നിലവില് ഇപ്പൊ നസീഫ് പിന്നെ ഷാഹിൻ പപ്പു അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. നാസിം അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട്. ഓരും കൂടെ പക്ഷെ ഓരെല്ലാരും ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന പ്രതീക്ഷയോടെ അല്ലെ. ഷാവുലിനെ കൈ പിടിച്ചിട്ടേ മതി ഒക്കെ അപ്പൊ പറയുക. അപ്പൊ എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും വിജയിപ്പിക്കണം. അതുപോലെ ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസുകളുമായിട്ട് അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നേക്കും.